ഇന്ത്യൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ കോട്ടക്കുത്തളമായ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യമുണ്ടാക്കിയ മുന്നേറ്റത്തിന് തിരിച്ചടി നൽകുവാൻ, മറുപടി നൽകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഉത്തർപ്രദേശിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിൽ ആകെയുള്ളത് 403 സീറ്റുകളാണ്. ആ 403 സീറ്റുകളിലെ കേവല ഭൂരിപക്ഷം കടക്കുവാൻ പോകുന്നത് BJP നേതൃത്വം നൽകുന്ന NDA ആണോ, അതല്ല സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യമാണോ എന്നതാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ മണ്ഡലത്തിൽ നിന്നും 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേയാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ. അവിടുത്തെ ഓരോ ജില്ലകളിലെയും നിയമസഭാ സീറ്റുകളും അതിൽ എത്ര സീറ്റുകൾ BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കും സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിനും BSPയ്ക്കും ഒക്കെ ലഭിക്കും എന്ന് നോക്കാം. ആദ്യം ആഗ്രയാണ്. ആഗ്രയിൽ ആകെയുള്ളത് 23 സീറ്റുകളാണ്. അതിൽ 9 NDA, 14 സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. BSPയ്ക്ക് അവിടെ നിന്ന് സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നത്. മറ്റൊന്ന് അലിഘട്ടാണ്. അലിഘട്ടിൽ ആകെയുള്ളത് 19 നിയമസഭാ സീറ്റുകൾ. അതിൽ 8 മാത്രമാണ് NDA, 11 സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. BSPയ്ക്ക് അവിടെയും സീറ്റില്ല. അതായത് ആഗ്രയിലും അലിഘട്ടിലും സമാജ്വാദി പാർട്ടിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാകും. BJP നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് അവിടെ 9-8 സീറ്റുകൾ മാത്രമാണ് നേടുവാൻ സാധിക്കുക. 2 സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് 10-ലേറെ സീറ്റുകൾ ലഭിക്കും. അടുത്തത് പ്രയാഗ്രാജ് ഡിവിഷനാണ്. പ്രയാഗ്രാജ് ഡിവിഷനിൽ ആകെയുള്ളത് 27 സീറ്റുകളാണ്. അവിടെയുള്ള 27 സീറ്റുകളിൽ 11 NDA, 15 ഇന്ത്യ സഖ്യം, 1 BSP. അതായത് 11-15 ഒന്ന് BSP ആണ്. BSP അവിടെയാണ് ആദ്യത്തെ സീറ്റ് നേടാൻ പോകുന്നതെന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. 1 സീറ്റാണ് BSP അവിടെ നേടുന്നത്. NDA 11, ഇന്ത്യ സഖ്യം 15. അസാം ഘട്ടിൽ ആകെയുള്ളത് 23 സീറ്റുകൾ. അവിടെ 15 NDA, 7 ഇന്ത്യ സഖ്യം, 1 BSP എന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. BSPയുടെ ചില തീരുമാന മാറ്റങ്ങളും നയമാറ്റങ്ങളും ഒക്കെ പാർട്ടിക്ക് വല്ല ക്ഷീണമുണ്ടാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതേ ക്ഷീണം വിട്ടുമാറാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം തരുന്ന സൂചനകൾ. അതായത് BSP ആകെ നേടുന്നത് പ്രയാഗ്രാജ് ഡിവിഷനിലെ 1 സീറ്റും അസാം ഘട്ടിലെ 1 സീറ്റുമാണ് നിലവിൽ ഇതുവരെ. അടുത്തത് ബറേലി ഡിവിഷനാണ്. അവിടെ ആകെയുള്ളത് 24 സീറ്റുകൾ. അവിടെ 9 NDA, 16 ഇന്ത്യ സഖ്യം, BSP അവിടെയും 1 സീറ്റ്. അടുത്തത് ബസ്തി ഡിവിഷനാണ്. ബസ്തി ഡിവിഷനിൽ ആകെയുള്ളത് 17 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയും 7 മാത്രം NDA, 10 ഇന്ത്യ സഖ്യം. അവിടെ BSPക്ക് സീറ്റില്ല. അതായത് ഇതുവരെ പറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉള്ളത് ഇതുവരെ ഇന്ത്യ സഖ്യത്തിനാണ്. ഈ ജില്ലകളിലെല്ലാം ഇന്ത്യ സഖ്യത്തിനേക്കാൾ കീഴെയാണ് NDA. അടുത്തത് ചിത്രകൂട്ട് ഡിവിഷനാണ്. അവിടെ ആകെയുള്ളത് 19 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 8 NDA, 11 ഇന്ത്യ സഖ്യം, BSPക്ക് അവിടെയും സീറ്റില്ല. മറ്റൊന്ന് ദേവിപാടൻ ഡിവിഷനാണ്. അവിടെ ആകെയുള്ളത് 21 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 9 NDA, 12 ഇന്ത്യ സഖ്യം. അടുത്തത് ഖൊരഗ്പൂർ ഡിവിഷനാണ്. അവിടെ ആകെ 26 സീറ്റുകൾ. അതിൽ 8 NDA, 18 ഇന്ത്യ സഖ്യം. മറ്റൊന്ന് ഝാൻസി ഡിവിഷനാണ്. അവിടെ ആകെയുള്ളത് 13 നിയമസഭാ മണ്ഡലങ്ങളാണ്. ആ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 NDA, 8 ഇന്ത്യ സഖ്യം. അതായത് ഇതുവരെ ഒരിടത്തും NDAയ്ക്ക് മേൽക്കൈ ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന് നേരിയ രീതിയിലെങ്കിലും ഒരു മുന്നേറ്റം ഈ ജില്ലകളിലെല്ലാം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു എന്നാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്. അടുത്തത് കാൺപൂർ ഡിവിഷനാണ്. കാൺപൂർ ഡിവിഷനിൽ ആകെയുള്ളത് 20 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 8 NDA, 11 ഇന്ത്യ സഖ്യം, 1 BSP. അവിടെയും 1 BSP ആകെ 1-2 ജില്ലകളിൽ മാത്രമാണ് സീറ്റുകൾ നേടുന്നത്. അതെല്ലാം ഓരോ സീറ്റുകൾ വീതമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് ലക്നൗ ആണ്. ലക്നൌവിൽ ആകെയുള്ള 34 സീറ്റുകളിൽ 13 NDA, 2 ഇന്ത്യ സഖ്യം, 1 BSP. അവിടെയാണ് ഇതുവരെ പറഞ്ഞ കണക്കുകളിൽ ലക്നൗ ജില്ലയിൽ മാത്രമാണ് ആകെയുള്ള 34 സീറ്റുകളിൽ 13 എന്ന ഒരു വലിയ കുതിച്ചുചാട്ടം NDA നടത്തുന്നത്. അവിടെ ആകെ ഇന്ത്യ സഖ്യത്തിന് 2 സീറ്റുകളാണ്, 1 BSPക്കും. അവിടെ BSPയും ഇന്ത്യ സഖ്യവും, അതായത് സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യവും BSPയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ലക്നൌവിൽ നടക്കുന്നതെന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. അവിടെ ബഹുദൂരം മുൻപിലാണ് NDA. 13 സീറ്റുകൾ എന്ന ഒരു കുതിച്ചുചാട്ടമാണ് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം അവിടെ നേടുന്നത്.
അടുത്തത് മീററ്റ് ഡിവിഷനാണ്. മീററ്റ് ഡിവിഷനിലാകെയുള്ളത് 28 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 13 NDA, 15 സമാജ്വാദി പാർട്ടി. അവിടെ നേരിയ വ്യത്യാസം മാത്രമാണ് സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യവും BJP നേതൃത്വം നൽകുന്ന NDAയും തമ്മിലുള്ളത്. NDA 13, ഇന്ത്യ സഖ്യം 15. മിർസാപൂർ ഡിവിഷനിൽ ആകെയുള്ളത് 12 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 5 NDA, 7 ഇന്ത്യ സഖ്യം. മൊറാദാബാദ് ഡിവിഷനിൽ ആകെയുള്ളത് 25 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 14 NDA, 11 ഇന്ത്യ സഖ്യം. അവിടെയും NDA ആണ് മുന്നിൽ വന്നിട്ടുള്ളത്. 3 സീറ്റുകൾ വ്യത്യാസത്തിൽ 3 NDA മുൻപന്തിയിൽ വരും. 11 ഇന്ത്യ സഖ്യം, 14 NDA. BSPക്ക് അവിടെയും സീറ്റുകളില്ല എന്ന് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. സഹരൻപൂർ ഡിവിഷനിൽ ആകെയുള്ളത് 15 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 7 NDA, 8 ഇന്ത്യ സഖ്യം. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അടുത്തത് NDAക്ക് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന വാരണാസി ജില്ലയാണ്. അവിടെ ആകെയുള്ളത് 28 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 12 NDA, 15 സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം, 1 BSP. അവിടെയും ചെറിയ വ്യത്യാസം മാത്രമാണ് ഇന്ത്യയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ളത്. പക്ഷേ വാരണാസിയിൽ ഇന്ത്യ സഖ്യം മുൻപന്തിയിലേക്ക് വരുന്നു എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ലോക്സഭയിൽ വലിയ മുന്നേറ്റം സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം നേടിയെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വളരെയേറെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധ്യതയേറെയാണ്. അതുപോലെ തന്നെ അയോധ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച്. അവിടെ 27 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 12 NDA, 15 ഇന്ത്യ സഖ്യം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 12 NDA വരുമ്പോൾ 15 അയോധ്യയിൽ ഇന്ത്യ സഖ്യം, സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ഏറാൻ പോകുന്നത്. അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അയോധ്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ കൂടെ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും. അതായത് ആകെയുള്ള 403 നിയമസഭാ മണ്ഡലങ്ങളിൽ 173 NDA, 224 ഇന്ത്യ സഖ്യം, 6 BSP. പൊരിഞ്ഞ പോരാട്ടം നടത്തുന്ന കേവലം മണ്ഡലങ്ങൾ മാത്രമാണ് ഉത്തർപ്രദേശിലുള്ളത്. മിക്കവാറും ഇടങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യത്തിന് മുൻകൈ ഉണ്ട് എന്നാണ് താജ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കേണ്ട ജനഹിതമാണ്. ആ ജനഹിതം NDAക്ക്, അതായത് നരേന്ദ്രമോദിയുടെ കരങ്ങളിലൂടെ കരുത്താർജിച്ച് നിൽക്കുന്ന NDA സഖ്യത്തിനാണോ, അതല്ല ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു വലിയ നേതൃത്വത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിനാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. കാത്തിരിക്കാം ഉത്തർപ്രദേശിന്റെ ജനവിധി എന്തെന്ന് അറിയാൻ.